ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗമാണ്. പള്ളിയിലേക്ക് നബിന്റെ സദസ്സിലേക്ക് ഖുതുബക്കല്ല, മൂന്നാളുകൾ കയറി വന്നു, അതിലൊരാൾ ഇറങ്ങിപ്പോയി. ആ ഭാഗം മാത്രം. അവിടെ എന്താ പറയുന്നത്? ഫഅമ്മൽ ആഖർ, മൂന്നാമത്തെ ആൾ. ഒരാൾ സഫ് കയറിയിരുന്നു, ഇടയിൽ ഒഴിവുള്ളെടുത്തിരുന്നു, മറ്റൊരാൾ ബാക്കിലിരുന്നു, മൂന്നാമത്തെ ആൾ ഇറങ്ങിപ്പോയി. അയാൾ എന്ത് കേൾക്കാൻ, ഇതെന്ത് വയൽ, ഇതെന്ത് ക്ലാസ്? ആ ആളെ കുറിച്ച് നബി ആ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ആളുകളെ കുറിച്ച് സദസ്സിനെ ബോധ്യപ്പെടുത്താൻ. ആ മറ്റേ ആളുണ്ടല്ലോ, ഏത് ഇറങ്ങിപ്പോയാൽ, അവനെ ക്ലാസ് കേൾക്കാതെ അതിനെ തിരിഞ്ഞു കളഞ്ഞു. അവൻ തിരിഞ്ഞു കളഞ്ഞപ്പോൾ അള്ളാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. എന്നാൽ അവൻ അവഗണിച്ചതിനാൽ അള്ളാഹു അവനെ അവഗണിച്ചു. അതാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നുവോ നന്നാവില്ല എന്ന് അള്ളാഹു മനസ്സിലാക്കുന്നത് കൊണ്ട് പിന്നെ അവന്റെ പിന്നാലെ പോകില്ല, പോയിക്കോട്ടെ, പിന്നെ അങ്ങോട്ടാ വിടുക, എങ്ങോട്ടാണോ അങ്ങോട്ട്. ഇനി സൂറത്ത് സുഖ്റൂഫ്, റഹ്മാൻ, ഇവിടെ കണ്ടോ അള്ളാഹു എന്നല്ല പറഞ്ഞത്, റഹ്മാൻ, മനുഷ്യരോട് അങ്ങേയറ്റം കരുണയുള്ളവനായ റഹ്മാന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്നതിനാണ് അഷായു എന്ന വാക്ക് ഉപയോഗിക്കുക. പിന്നെ അശ്വാ എന്നാൽ ഇരുട്ടത്ത് കണ്ണ് കാണാൻ തപ്പി നടക്കുന്ന ഒട്ടകം, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒട്ടകത്തിന് അശ്വാ എന്ന വാക്ക് ഉപയോഗിക്കും. കണ്ണ് കാണാത്ത തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒട്ടകത്തെ പോലെയാണ് മരണത്തിന്റെ വരവ് എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ആരെ മുട്ടുന്നുവോ അവനെ പിടിക്കും. കവിന്റെ വർണ്ണനയാണ്. അങ്ങനെയല്ല, അള്ളാഹ്ക്കറിയാം ആരെ മുട്ടണം, ആരെ പിടിക്കണം. ആ നമ്മൾ ഉള്ളിടത്തേക്ക് മരണം ഇങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല. മരണം നമ്മുടെ അടുക്കലേക്ക് വരും. അതുകൊണ്ടാണ് വഫാത്ത് എന്ന വാക്കിനാണ് വരവ് എന്നാണ്, വന്നെത്തുന്നത് എന്നാണ്. നമ്മൾ എവിടെ ഉണ്ടോ അവിടേക്ക് മരണം ഇങ്ങോട്ട് വരും, സമയത്തിനടുത്ത് അവിടെ ആള് വരും. അപ്പോ ആ അശ്വ ഇവിടെ ഉപയോഗിച്ച റഹ്മാൻ, കാരുണ്യവാന്റെ ദിക്റിനെ തൊട്ട് കണ്ണ് കാണാതെ തപ്പിത്തടയുന്നവനാരോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല. നുഖയ്യിദ് ലഹു ശൈത്താനൻ, ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവന് ഒരു ശൈത്താനെ കരീനായി, കൂട്ടുകാരനായി അള്ളാഹു നിശ്ചയിക്കും. കണ്ടോ, നമുക്ക് നന്മ പ്രേരിപ്പിച്ചു തരാൻ അതിനൊരവസ്ഥയും സഹായം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശൈത്താനെയും നമ്മൾ നിശ്ചയിക്കുന്നു. ഖുർആന്റെ വാക്കാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ, അവന് ഒരു ശൈത്താനെ നാം ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ, നാം ഏർപ്പാടാക്കി കൊടുത്ത ശൈത്താൻ, ലഹു, ഖുർആനിൽ നിന്ന് ആര് അവഗണിച്ച് തപ്പിത്തടഞ്ഞ് നടന്ന് അത് കാണാതെ കേൾക്കാതെ പോകുന്നുവോ അവന് ഈ ശൈത്താനെ നാം ഏർപ്പെടുത്തിയ ശൈത്താനായിത്തീരും. കറന എന്നാൽ ചേർത്ത് വെക്കുവാനാണ്. അപ്പൊ കന്നുകൂട്ടുന്ന ആളുകൾക്ക് രണ്ട് കാളയെ അല്ലെങ്കിൽ കാളവണ്ടിക്ക് രണ്ട് മൃഗങ്ങളെ, പോത്തോ മൂരിയോ, അതിന് രണ്ടെണ്ണത്തെ ചേർത്ത് വെക്കാനാണ് മുഖം എന്ന സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചെറിയ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടെണ്ണം രണ്ട് വഴിക്ക് പോകാതിരിക്കാൻ, ഒരേ ദിശയിൽ പോകാൻ രണ്ടിന്റെയും തോളിൽ രണ്ട് കോല് വെച്ചിട്ട്, ഈ രണ്ട് കോല് വെച്ചിട്ട് കഴുത്തിൽ ഒരു സാധനം വെക്കും. അപ്പൊ ഒരേ റൂട്ടിലേ പോകുള്ളൂ. അത് തെളിക്കുന്നവൻ എങ്ങോട്ടാണ് തെളിക്കുന്നത്, അതാണ് മുഖം. അത് കറന, ചേർത്ത് വെക്കുക, അടുപ്പിച്ച് വെക്കുക. അപ്പൊ കരീൻ എന്നാൽ അടുത്ത് ചേർക്കപ്പെട്ട കൂട്ടുകാരൻ. അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഖുർആനെ അവഗണിക്കുന്നവന്റെ അടുത്ത് നിർത്തപ്പെട്ട ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പിശാചായിരിക്കും. ഈ ശൈത്താനെ ആരാ ഏർപ്പാടാക്കിയത്? അള്ളാഹു. എന്തുകൊണ്ട്? നമ്മൾ അങ്ങനെ ആകണം എന്നതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ ആയി എങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ. അതാ പറഞ്ഞത്, റഹ്മാൻ, അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് കണ്ണ് കാണാതെ തെറ്റിപ്പോകുന്നവൻ, അവന് ഒരു ശൈത്താനെ കൂട്ടുകാരനാക്കി വെച്ചു കൊടുക്കും. അപ്പൊ ആ ശൈത്താൻ നമ്മളെ കൂട്ടുകാരനായി തീരും. നമ്മൾ ഖുർആനെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ അവഗണനയിലേക്ക് പോകുന്നു.